ഹലോ വെൽക്കം ടു ലൈഫ്സ്റ്റൈൽ മലയാളം. ഇത് ഞാൻ കുറച്ച് കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ് പരിചയപ്പെടുത്തി തരാം. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വില കൂടിയ പെർഫ്യൂമുകളുടെ അതേ ഫ്രാഗ്രൻസ് ഉള്ള വില കുറഞ്ഞ പെർഫ്യൂംസ്. ഇത് വില കൂടിയ പെർഫ്യൂമുകളുടെ അതേ ഫ്രാഗ്രൻസ് ഉള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷനിൽ ആ ഷോപ്പിലുള്ള ആളുകൾ നമുക്ക് പാക്ക് ചെയ്ത് തരുന്ന ഒരു പെർഫ്യൂംസാണിത്. അപ്പോൾ ഇത് ഞാൻ കോഴിക്കോട് വാങ്ങിച്ചതാണ്. കോഴിക്കോടുള്ള ആളുകൾക്കൊക്കെ ഒരുവിധ ആളുകൾക്ക് ഈ ബ്രാൻഡ് പരിചയം ഉണ്ടാവും. ഫോക്കസ് മാളിൽ ഇതിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 70% പെർഫ്യൂമും 30% ആൽക്കഹോളും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പെർഫ്യൂം ആക്കിയിട്ട് തരും. അപ്പോൾ അതിൽ കുറേ ഫ്രാഗ്രൻസുകൾ അവർ അവരുടേതായ നെയിമിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലൊക്കെ വളരെ പോപ്പുലറായിട്ട് കാണുന്നുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ലുലുവിലൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെയൊക്കെ പോയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. ലുലുവിൽ വാങ്ങിച്ചതാണ്, പേരൊന്നുമില്ല, ജസ്റ്റ് ഒരു ബോട്ടിൽ നമ്മൾ ഏത് പെർഫ്യൂമാണോ കാണിച്ചു കൊടുക്കുന്നത് അതേ ഫ്രാഗ്രൻസിൽ ഇവർ നമുക്ക് തരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് 4 ഉള്ളൂ. ഇത് അതിൽപ്പെട്ടതല്ല, ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ 4 ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് CK1 കോപ്പിയാണ്. അപ്പോൾ അതിന് അവരുടെ പേര് The One എന്നാണ്. ഇതും CK1 കോപ്പിയാണ്, അതും The One തന്നെ. ഇത് രണ്ടും ഒരേ സെയിം സാധനം തന്നെയാണ്. ചെറിയൊരു കോമ്പിനേഷനിലുള്ളൊരു വ്യത്യാസം വരുത്തിച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഫ്രാഗ്രൻസിലൊന്നും വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. പെർഫോമൻസും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. നമുക്ക് വില കൂടിയ പെർഫ്യൂംസ് എത്ര പെർഫോമൻസ് ഉണ്ടോ അതേപോലെ ഒന്നും കിട്ടൂല. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ വരാം. പിന്നെ ഇത് ദ ലെജൻഡ് എന്ന് എഴുതിയിട്ടുള്ളത് ഈ മോണ്ട് ബ്ലാങ്ക് ലെജൻഡ് പെർഫ്യൂമിൻ്റെ അതേ ഫ്രാഗ്രൻസിൽ വരുന്നതാണ്. ഇത് ഡിയോർ സവാഷിൻ്റെ കോപ്പിയാണ്. ഞാൻ കുറേ പെർഫ്യൂംസ് അവിടുന്ന് വാങ്ങി അടിച്ചു നോക്കി പിറ്റേ ദിവസം ആണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. അതായത് ഈ ഫ്രാഗ്രൻസിൻ്റെ ഇതിൻ്റെയൊക്കെ ബേസ് നോട്ട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ടോപ്പ് നോട്ട് മാത്രമല്ല കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് ബേസ് നോട്ടിലേക്ക് എത്തുമ്പോൾ എന്ത് ഫ്രാഗ്രൻസാണ് വരുന്നത്, ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബ്ലൂ ഡി ഷനൈലിൻ്റെ കോപ്പി ഒരിക്കൽ അവിടെ നിന്ന് അടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ബേസ് നോട്ടിൽ നമുക്ക് ബ്ലൂ ഡി ഷനൈലിൻ്റെ ആ ഒരു ഫീല് നമുക്കൊരു 40% പോലും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങാണ്ട് പോകുന്നത് അത് കാരണത്താലാണ്. അപ്പോൾ ചില പെർഫ്യൂംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കണം ഇത് അതന്നെ ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഫ്രാഗ്രൻസുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. അപ്പോൾ ഈ മോണ്ട് ബ്ലാങ്ക് ലെജൻഡ് അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചത്. ഡിയോർ സവാഷോ അങ്ങനെ വാങ്ങിച്ചതിന്, CK1 അങ്ങനെ വാങ്ങിച്ചതിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ആ കോഴിക്കോട് ഞാൻ വാങ്ങിച്ച ഷോപ്പിൽ എനിക്ക് തോന്നുന്ന ഒരു 200 ചേഞ്ചാണ് ഈ 20 ml. ഇത് 20 ml ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ഈ ബോട്ടിൽ അത്രയും കട്ട് ഈ ബോട്ടിലിനില്ല. പിന്നെ ഇത് 30 ml ആണ്. ഇതൊരു 600 സംതിങ് ആയി. പക്ഷേ ഈ 600 ചേഞ്ചിന് ഈ ഒരു 30 ml പെർഫ്യൂം വാങ്ങിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇങ്ങനെ പെർഫ്യൂം വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് സാപ്പിൽ അർമാഫ് പോലത്തെ ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ കോപ്പി ഇറക്കുന്ന റെപ്യൂട്ടഡ് കമ്പനീസ് ഉണ്ടല്ലോ അത് വാങ്ങിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഡേവിഡ് ഓഫ് ആണെങ്കിൽ നമുക്ക് UDV വാങ്ങാം. പിന്നെ ഡിയോർ സവാഷ് ആണെങ്കിൽ ഇപ്പോൾ ഇതിന് 30 ml 680 രൂപയൊക്കെ കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് 800 രൂപ കൊടുത്താൽ സാപ്പിൽ റേവ് വാങ്ങിക്കാൻ പറ്റും. അതും 100 ml കിട്ടും. പെർഫോമൻസ് ആണെങ്കിലും അതും ഒരുപോലെ തന്നെ. ഇതിൽ ഞാനൊരു പ്രശ്നം കണ്ടിട്ടുള്ളത് ചില പെർഫ്യൂംസ് മേ ബി അവർ മിക്സ് ചെയ്യുന്നിടത്തുള്ള മാറ്റാണോ എന്താണോ എന്നറിയില്ല. എൻ്റെ ശരീരത്തിന് ഇതിലിപ്പോൾ ഈ പെർഫ്യൂംസ് ഈ CK1 കോപ്പി ഞാൻ ശരീരത്തിൽ അടിക്കുമ്പോൾ എനിക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അങ്ങനെ. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച് എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ചെറിയ പ്രൈസിന് ഇപ്പം 300 രൂപ, ഇതിനൊക്കെ 280 300 വരുന്നത്. 300 രൂപക്കൊക്കെ നമുക്ക് ഇപ്പോൾ മോണ്ട് ബ്ലാങ്ക് ലെജൻഡിൻ്റെ ഒരു 5000 രൂപേൻ്റെ പെർഫ്യൂം 300 രൂപക്ക് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ 650 700 1000 രൂപക്കൊക്കെ പോയിട്ട് നമ്മളൊരു പെർഫ്യൂമിൻ്റെ കോപ്പി ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്നതിനേക്കാളും നല്ലത് അതുപോലത്തെ വേറെ ബ്രാൻഡുകളുടെ വാങ്ങിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞു തന്നുള്ളൂ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. CK1 സെയിം ഫ്രാഗ്രൻസ്, ഇത് CK1 തന്നെയാണ്. CK1 സാമ്പിൾ ബോട്ടിലുകളിൽ നിന്നും അവർ ഇതുപോലത്തെ 10 ml ബോട്ടിലാക്കിയിട്ട് ഇതിന് അവർ പേര് പറയാം ഡെക്കൻസ് എന്നാണ്. അപ്പോൾ ഇത് സ്നാപ്പ് പെർഫ്യൂംസ് എന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 400 രൂപയാണ് വില വരുന്നത് 10 ml. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിനാണ് നമുക്ക് പ്രൈസ് കുറച്ചുകൂടി കുറവ് ഇതിനാണ്. ഇതിപ്പോൾ 20 ml അവരാകെ 280 രൂപയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് 400 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് 10 ml ആണ്. അപ്പോൾ രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമാണ്. പക്ഷേ ഇത് ഒറിജിനൽ അതേ സാധനത്തിൻ്റെ ഓയിൽ തന്നെയാണ്. ഇത് ഇവർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ CK1 ആയിട്ട് വെച്ച് നോക്കി.
സെയിം ഫ്രാഗ്രൻസ് ആണ്, എല്ലാതും ഒരേപോലെ തന്നെയാണ്. ഇത് കംപ്ലീറ്റ്ലി അങ്ങനെ അല്ല കേട്ടോ. ഇതൊക്കെ ഒരു 80% നമുക്ക് ഒരേപോലെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ ഡെക്കൻസ് നോക്കുമ്പോൾ അതേ ഫ്രാഗ്രൻസ് തന്നെയാണ് വരുന്നത്. ഇതിൽ വ്യത്യാസമൊന്നുമില്ല, ഓയിലും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇനി ഈ ഡെക്കൻസിലും പറ്റിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ ഡെക്കൻസ് വാങ്ങിക്കാൻ നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതിലേറെ നല്ലത് എന്നാൽ പിന്നെ ഈ 300 രൂപ അല്ലെങ്കിൽ 250 രൂപ എടുത്ത് ഇത്തരം ചെറിയ പെർഫ്യൂംസ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിന് വലുത് വാങ്ങിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ പ്രൈസിന് നമുക്ക് നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ സാധനങ്ങൾ തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മിക്ക സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇപ്പോൾ ചിലർ പറഞ്ഞു ബിസ്മി സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, നമ്മൾ പറയുന്ന പെർഫ്യൂമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും എന്നൊക്കെ. അതേപോലെ ഞാൻ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെർഫ്യൂംസ് വേണം എന്നുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ബ്രാൻഡഡ് പെർഫ്യൂംസ് തന്നെ. ബ്രാൻഡഡിൻ്റെ കോപ്പി ഉണ്ട്, നല്ല കോപ്പീസ്, അതായത് മറ്റ് ലോക്കൽ കോപ്പികളല്ല. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലത്തെ CFS അങ്ങനത്തെ ബ്രാൻഡുകളല്ലാത്ത സാപ്പിൽ, അർമാഫ്, അതേപോലെ UDV അങ്ങനത്തെ ബ്രാൻഡുകൾ, നല്ല ബ്രാൻഡുകൾ തന്നെ റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ കോപ്പി ഉള്ളത് അത് വാങ്ങിക്കുന്നതായിരിക്കും ഇതിലേറെ നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇങ്ങനത്തെ പെർഫ്യൂം നോക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.